ഹലോ ഹായ് എല്ലാവർക്കും ലെന്നോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫെബ്രുവരി മാസത്തിലെ ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫെബ്രുവരി മാസത്തിലെ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോന്നായി നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ BHEL ആണ്. BHEL എന്ന് പറഞ്ഞൊരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. എന്താണ്? ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്. അതിൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക്, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സൂപ്പർവൈസർ ട്രെയിനിയുടെ പോസ്റ്റിലേക്ക് 400 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി 1 മുതൽ 28 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അതിൻ്റെ തസ്തിക വിഭാഗം ഒഴിവ് യോഗ്യതയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ട്രെയിനിയിൽ മെക്കാനിക്കലിൽ 70 വേക്കൻസീസ് ആണ്, ഇലക്ട്രിക്കൽ 25, സിവിൽ 25, ഇലക്ട്രോണിക്സിൽ 20, കെമിക്കൽ 5, മെറ്റലർജി 5. ബന്ധപ്പെട്ട വിഭാഗത്തിൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് മാസ്റ്റർ ബിരുദം അല്ലെങ്കിൽ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഇതിൽ എഞ്ചിനീയർ ട്രെയിനിയിൽ മെക്കാനിക്കൽ 70, ഇലക്ട്രിക്കൽ 25, സിവിൽ 25, ഇലക്ട്രോണിക്സ് 20, കെമിക്കൽ 5, മെറ്റലർജി 5. ഓക്കെ. ഈ സൂപ്പർവൈസർ ട്രെയിനി ആണെങ്കിൽ മെക്കാനിക്കലിൽ 140 വേക്കൻസീസ് ആണുള്ളത്, ഇലക്ട്രിക്കലിൽ 55 വേക്കൻസീസ് ഉണ്ട്, സിവിലിൽ 35 വേക്കൻസീസ് ഉണ്ട്, ഇലക്ട്രോണിക്സിൽ 20 തന്നെയാണുള്ളത്. 65% മാർക്കോടെ ബന്ധപ്പെട്ട വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് പറയുന്നത്. ഓക്കെ. അർഹർക്ക് നിയമാനുസൃത ഇളവും കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ പട്ടിക വിഭാഗക്കാർക്ക് 60% മാർക്ക് മതിയായിരിക്കും. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് CBT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതിന്റെ ബേസിസിലായിരിക്കും ഇതിന്റെ തെരഞ്ഞെടുപ്പ് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.careers.bhel.in എന്ന വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞു 400 ടോട്ടലായിട്ട് 409 ട്രെയിനി അല്ലെങ്കിൽ മാനേജർ വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ 9 ജനറൽ മാനേജറാണ്. അതായത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡിന്റെ ഡൽഹി കോർപ്പറേറ്റ് ഓഫീസറിൽ ജനറൽ മാനേജർ അല്ലെങ്കിൽ അഡീഷണൽ ജനറൽ മാനേജർ തസ്തികയിലായിട്ട് 9 ഒഴിവാണ് വന്നിട്ടുള്ളത്. ഇതൊരു മാനേജർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. അടുത്തത് HCL, ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൽ 103+ വാക്കൻസീസ് വന്നിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന് കീഴിൽ രാജസ്ഥാനിലെ ഗേത്രി കോപ്പർ കോംപ്ലക്സിൽ നോൺ എക്സിക്യൂട്ടീവ് തസ്തികകളായിട്ട് 103 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി 25 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഏജ് മാക്സിമം ഏജ് അവർ 40 ഇയേഴ്സ് പറയുന്നുണ്ട്. ഇനി അതിൻ്റെ തസ്തിക യോഗ്യത ശമ്പളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാർജ്മാൻ ആയിരിക്കണമെങ്കിൽ ഇലക്ട്രിക്കൽ വേണം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 1 വർഷ പരിചയം അല്ലെങ്കിൽ ITI ഇലക്ട്രിക്കൽ 3 വർഷ പരിചയം അല്ലെങ്കിൽ 10ാം ക്ലാസ് 5 വർഷ പരിചയം. സൂപ്പർവൈസറി സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി 28,740 തൊട്ട് 72,110 രൂപ വരെയാണ് ഇതിന്റെ സാലറി. ചാർജ്മാൻ എന്ന പോസ്റ്റിന്റെ സാലറി ആയിട്ട് വരുന്നത്. ഇനി ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രീഷ്യൻ എയും ഉണ്ട്, ഇലക്ട്രീഷ്യൻ ബിയും ഉണ്ട്. ഇലക്ട്രീഷ്യൻ എ ആണെങ്കിൽ ITI ഇലക്ട്രിക്കൽ 4 വർഷ പരിചയം അല്ലെങ്കിൽ 10ാം ക്ലാസ് 7 വർഷ പരിചയം പറയേണ്ട. വയർമാൻ പെർമിറ്റ് പറയുന്നുണ്ട് 28,430 രൂപ തൊട്ട് 59,700 രൂപ വരെയാണ് അതിന്റെ സാലറി സ്കെയിൽ പറയുന്നത്. ഇലക്ട്രീഷ്യൻ ബി ആണെങ്കിൽ ITI ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ 3 വർഷ പരിചയം അല്ലെങ്കിൽ 10ാം ക്ലാസ് 6 വർഷ പരിചയം. ഇതൊന്നും അല്ലെങ്കിൽ 6 വർഷ പരിചയമെങ്കിലും വേണം എന്നാണ് പറയുന്നത്. വയർമാൻ പെർമിറ്റും വേണം. അടുത്ത സാലറി പറയുന്നത് 28,280 തൊട്ട് 57,640 വരെയാണ് എൻ്റെ സാലറി സ്കെയിൽ പറയുന്നത്. ഇനി അടുത്ത് വൈൻഡിങ് എഞ്ചിൻ ഡ്രൈവറാണ്. ഡിപ്ലോമ അല്ലെങ്കിൽ BA, BSc, BCom, BBA 1 വർഷ പരിചയം അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പും 3 വർഷ പരിചയവും അല്ലെങ്കിൽ 10ാം ക്ലാസ്സും 6 വർഷ പരിചയം. ഓക്കെ. 1ാം ക്ലാസ് വൈൻഡിങ് എഞ്ചിനീയറിംഗ് ഡ്രൈവർ സർട്ടിഫിക്കറ്റും വേണം. 28,280 തൊട്ട് 57,640 രൂപ വരെയാണ് എൻ്റെ സാലറി പറയുന്നത്. അപ്പോൾ പ്രായപരിധി 40 വയസ്സാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.hindustancopper.com എന്ന വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. ഓക്കെ. അപ്പോൾ ഇതേപോലത്തെ ജോബ് അപ്ഡേറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.